മോൻ ഇനിയെങ്കിലും കിടന്നുറങ്ങാൻ നോക്ക്. നാളെ എക്സാം അല്ലേ? ബിബിൻ, നീ എവിടെയാ? ഞാൻ കുളിക്കാമേ. പഠിച്ചു കഴിഞ്ഞില്ലേ മോനെ? ആ ഉവ്വമ്മേ. ഡാ, നീ വിചാരിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്. ഡാ വിപിനെ, ഇത് തീക്കളിയാ. പിന്നെ തോട്ടപ്പുറത്തിരിക്കണ നോക്കി കോപ്പി അടിക്കാൻ പറ്റാത്ത ഇവനാണ് ഇനി തുണ്ടു വെച്ച് കോപ്പി അടിക്കാൻ പോണേ. ഡാ വിനോദേ, ഇന്ന് പോടപ്പ. ഡാ, നീ ഞങ്ങൾ പറയണ കേൾക്ക്. നീ ആ പേപ്പർ എടുത്ത് കളാ. ഞങ്ങളും ജയിക്കുന്ന ഉറപ്പിച്ചിട്ടൊന്നല്ല ഈ പരീക്ഷ എഴുതണത്. ഇവിടെ കോപ്പി അടിച്ച് പിടിച്ചമാരൊന്നും 5 കൊല്ലം കഴിയാതെ പരീക്ഷ എഴുതിയ ചരിത്രമില്ല. പിന്നെന്തിനാ നീ? പിന്നെ ഞാൻ എൻ്റെ അമ്മോടൊന്ന് പറയടാ. Good morning. Please be seated. Hey you, where's your tie? സോറി സാർ. എടുത്ത് കെട്ടറോ. അപ്പുറത്തെ സൈഡിൽ 3ാമത്തെ ബെഞ്ചിലേക്ക് തുണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ആരെയും പോക്കറ്റോ പേഴ്സോ ഒന്നും ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. അതിനുള്ള അധികാരം എനിക്കില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഞാനിവിടെ ഇൻവിജിലേറ്ററായിരിക്കുമ്പോൾ നിങ്ങളാരും ഒരു മാൽ പ്രാക്ടീസും ചെയ്യില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ്. ഞാനിവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കും. അതിനിടയിൽ ആരെങ്കിലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ യു വിൽ ബി ഇൻ എ ബിഗ് ട്രബിൾ. എക്സാം തുടങ്ങാൻ ഇനി 10 മിനിറ്റ് ഉണ്ട്. അതിനുള്ളിൽ ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ട് കളയുക. എന്താ ഇവിടെ? സാർ റബ്ബർ ചോദിച്ചതാ. റബ്ബർ
സാർ ഡോ എന്തോടെ കയ്യിൽ? ഒന്നുമില്ല സാർ. ഇല്ല സാർ. വാടോ. സാർ പ്ലീസ് സാർ. സാർ സാർ പ്ലീസ് പ്ലീസ് സാർ. സാർ ഇത് എൻ്റെ നിന്ന് കിട്ടിയതാ. അരി 10 കിലോ, പഞ്ചസാര 2 കിലോ, പരിപ്പ് 1 കിലോ, പയറ് 1 കിലോ. താൻ എന്തിനാണോ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? വീട്ടിൽ നിന്ന് തന്നു വിട്ടതാ കടയിൽ പോവാൻ. യു ക്യാരി ഓൺ. സോറി സാർ. എന്ത് സോറി? താനിപ്പോൾ സോറി പറഞ്ഞാ ആ കുട്ടിക്കുണ്ടായ മെൻ്റൽ സ്ട്രെസ്സിന് പകരാവോ? ഇല്ല സാർ. ഇൻവിജിലേറ്റർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കുട്ടി കടലാസ് തുറക്കുന്നുണ്ടോ, കോപ്പി അടിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയിരിക്കില്ലല്ല. യു ഷുഡ് പ്രിവെൻറ്റ് ദം ഫ്രം ഡൂയിങ് ഇറ്റ്. യെസ് സാർ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ സാർ. നാണമില്ലേടോ? രോഹൻ, താങ്ക്സ് ഡാ. എന്തിന്? നീ ആ പേപ്പർ മാറ്റില്ലായിരുന്നു, ഞാൻ പെട്ടുപോയെന്ന്. വാ.